doing great. നമുക്ക് നമ്മളുടെ മെഡിറ്റേഷൻസിലൂടെ നിങ്ങൾ പങ്കെടുത്ത് ഓരോ ദിവസം ചേഞ്ചസ് കൊണ്ടുവരികയാണ് അല്ലേ? സോ ഹൗ തിങ്സ് ആർ ഗോയിങ്? ഹോപ്പ് യു ആർ ചേഞ്ചിങ്, യു ആർ ട്രാൻസ്ഫോമിങ്, യു ആർ ഗ്രോയിങ്. ഓക്കെ, സോ വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. എങ്ങനെ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള വിഷയത്തിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോ പലപ്പോഴും ഓവർ തിങ്കിങ് ഒരു വലിയ പ്രശ്നമായിട്ട് പലരും പറയാറുണ്ട്. ഞാൻ ഓഡിബിൾ ആണ്, കേൾക്കാൻ പറ്റും? ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആ, പലരും കിടന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോ ഹൗ ടു സ്റ്റോപ്പ് ഓവർ തിങ്കിങ്, എങ്ങനെയാണ് നമുക്ക് ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഓവർ തിങ്കിങ്? എന്താണ് അവസ്ഥ? ഓവർ തിങ്കിങ് എന്ന് പറയുന്ന അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അതൊരു വല്ലാത്ത കഥയാണെന്ന് പറഞ്ഞതുപോലെ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാരെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ, ജസ്റ്റ് കമന്റ് ഡൗൺ. അതായത് ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ആൾക്കാരുണ്ട് അല്ലെ? അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക, ജസ്റ്റ് കമന്റ് ആവും. പലപ്പോഴും പ്രയാസമാണ്, നെഗറ്റീവ് ചിന്തകൾ വരുന്നു, വല്ലാണ്ട് ആങ്സൈറ്റി ഉണ്ടാകുന്നു, വല്ലാണ്ട് ടെൻഷൻ ഉണ്ടാകുന്നു, വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പ്രയാസമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ സംഗതികളോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് വന്നിട്ടുണ്ട് ഉള്ള ആൾക്കാരുണ്ടാവാം. ഭയങ്കരമായിട്ടുള്ള ഓവർ തിങ്കിങ്ങിലൂടെ, ഭയങ്കരമായിട്ടുള്ള പ്രയാസത്തിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകും. പക്ഷെ അങ്ങനെയുള്ളവർ എല്ലാവരും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, മീ എന്ന് കമന്റ് ചെയ്യുക, ഓക്കെ, അല്ലെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് മനസ്സിലാകുന്നുണ്ടാവും. സോ പലപ്പോഴും എന്താ വെച്ചാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളുടെ ഓവർ തിങ്കിങ്ങിന്റെ ഒരു കാര്യം വരുന്നത്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചിന്തകളുടെ ഒരു കൺട്രോൾ കിട്ടാത്തൊരവസ്ഥ. ഓക്കെ, എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുള്ള വളരെ പ്രയാസം നിറഞ്ഞിട്ടുള്ള, വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സംഗതി നമുക്ക് എന്താണ് ചിന്തിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിലല്ല ചിന്തകൾ വരുന്നത്. പലപ്പോഴും എന്താവും, അത് പരിധി വിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പലപ്പോഴും പോകും. അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ അണ്ടർലൈങ് ഡിപ്രഷൻ നമുക്ക് നടക്കുന്നുണ്ട്. അതായത് നമ്മൾ കോൺഷ്യസ് മൈൻഡോട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്താണ്, ഒന്നുകിൽ എന്തുണ്ടാകും, ഒരു അണ്ടർലൈങ് ഡിപ്രഷൻ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളുടെ ഉള്ളിൽ ഒരു വിഷമാവസ്ഥ കടന്നു പോകുന്നുണ്ടാവും. ഇതിന് കാരണം കുറേ മാസങ്ങളായിട്ടോ വർഷങ്ങളായിട്ടോ നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ അങ്ങനെ നീണ്ടു പോകുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ദുഃഖം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് സംഭവിക്കാം. അങ്ങനെ ഒരു ഡിപ്രഷൻ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രെസ് വല്ലാണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒരു ഫിയർ വല്ലാണ്ട് ഉള്ളിൽ ഉണ്ടാകാം, എന്തെങ്കിലും ഒരു കാരണം അതിനുണ്ടാകാം. അതുമല്ലെങ്കിൽ എന്തായിരിക്കാം, ഇതിനു മുൻപൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ട്രോമകൾ മൂലമുണ്ടാകുന്ന അണ്ടർലൈങ് സ്ട്രെസ് ഉണ്ടാകും. അത് ഹീൽ ചെയ്യാതെ കിടക്കുന്ന അൺകോൺഷ്യസ് മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ ഹീൽ ചെയ്യാതെ കിടക്കുന്ന, നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന വിഷമങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഏതെങ്കിലും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കതിങ്ങനെ ഇങ്ങനെ ഓവർ തിങ്കിങ് വന്ന് ശീലമായിട്ടുണ്ടാവും. ചില ആൾക്കാർ ഓവർ തിങ്കിങ് ഇടയ്ക്കിടയ്ക്ക് വരുന്നേരം പേടി വരുന്നു, അതെന്താകും, ഇതെന്താകും, അങ്ങനെ ഒരു ആങ്സൈറ്റി വന്ന് അതെന്താ വെച്ചാൽ ഒരു പാറ്റേൺ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് ചിലർക്ക് എന്താ വെച്ചാൽ PTSD എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥയിലൂടെ ചിലർ കടന്നു പോകുന്നുണ്ടാകാം. അതായത് ഏതെങ്കിലും ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ട്രോമയോ ഉണ്ടായിട്ട് അതിന്റെ ഭാഗമായിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു, അത് പ്രോപ്പർ ആയിട്ട് അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ട്, ഹീൽ ചെയ്യാത്തത് കൊണ്ട്, തെറാപ്പി എടുക്കാത്തത് കൊണ്ട്
നമ്മൾ അതിന്റെ ഒരു ഔട്ട്കം എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സ്ട്രെസ് ഇങ്ങനെ വരുന്നു. ആ സ്ട്രെസ് ഇടയ്ക്ക് വരുന്നു. അതുപോലെ ഏതെങ്കിലും ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ നമുക്കത് ആങ്സൈറ്റി ആയി മാറുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്ത് വെച്ചാൽ ഫിയർ, ഇൻസെക്യൂരിറ്റി. അപ്പോൾ ഇതിന് ഇത് ഈ ഈ ഈ ഈ തരത്തിലുള്ള ഫിയർ നമുക്ക് എവിടെ നിന്നാണ് നമ്മളുടേത് വരുന്നത് എന്നുള്ളത് നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, ഒന്ന് അന്വേഷിക്കാൻ കണ്ടത്. വാട്ട് ഈസ് ദ റീസൺ കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് ഹീൽ ചെയ്യാനോ അല്ലെങ്കിൽ അത് പരിഹരിക്കാനോ അതിൽ നിന്ന് പുറത്തു കടക്കാനോ ഒക്കെ നമുക്ക് പറ്റുള്ളൂ. ഇതൊരു സൈക്കിളാണ്, മനസ്സിലാവുന്നുണ്ട്? സൈക്കിളാണ്. അപ്പൊ സംടൈംസ് ഓവർ തിങ്കിങ് ഉണ്ടാകുന്ന സമയത്ത് നിന്നാണ് ഗോയിങ് ഔട്ട് വിത്ത് വെഹിക്കിൾ തിങ്കിങ് അബൌട്ട് ആൻ ആക്സിഡന്റ്. ഓക്കെ, യാ, ചിലർ ആക്സിഡന്റ് ആവുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ട് ഓവർ തിങ്കിങ് വരിക, മരണം സംഭവിക്കോ എന്നുള്ള ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള ഓവർ തിങ്കിങ്. നമ്മളൊരു പ്രശ്നത്തിൽ പെടുമ്പോൾ അത് തന്നെ ഇനി ആവർത്തിച്ച് സംഭവിക്കോ എന്നുള്ള പേടി. ഒരു ബിസിനസ് ഒരു പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലേ എന്നുള്ള പേടി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് പുറത്ത് കിടക്കാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള സംഗതികൾ, അതിന്റെ സൈക്കിളിനെ ഇതെന്താ വെച്ചാല് ഇപ്പൊ അതൊരു സൈക്കിളായി മാറി. സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഒരു ഇടക്കിടക്ക് സംഭവിക്കുന്ന ഒരു കാര്യമായി മാറി. അപ്പൊ അതിന്റെ ഒരു ലൂപ്പിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. ഈ ഇങ്ങനെ ചിന്തകൾ സംഭവിക്കുന്നു, നമുക്ക് ചിന്തകൾ വരുന്നു, ആ ചിന്തകളിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുന്നില്ല, അത് കൂടുതലായി ഇങ്ങനെ പല രീതിയിലേക്കും ചിന്തകളിലേക്ക് കടന്നു പോകുന്നു. ഇനി എങ്ങനെയെങ്കിലും വേറെ എന്തെങ്കിലും ശ്രദ്ധ മാറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളോ വന്നിട്ട് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നെങ്കിൽ പോലും വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്കോ അല്ലെങ്കിൽ വേറെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്കോ പോകുന്നു. ഇതൊക്കെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഡിസോർഡർ, അല്ലെങ്കിൽ സ്ട്രെസ് ഡിസോർഡറോ അതല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറോ, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താ വെച്ചാൽ വല്ലാത്തൊരു പ്രയാസമുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയത് മൂലം ഉണ്ടായിരുന്ന ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ വന്ന് ഭവിച്ചതായിരിക്കാം. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നു. ഒന്നുകിൽ ചില മണിക്കൂറുകൾ ഗ്യാപ്പിട്ട് സംഭവിക്കും ചിലരെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങൾ ഗ്യാപ്പിട്ട് സംഭവിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടി. ചിലരെ സംബന്ധിച്ചിടത്തോളം മാസങ്ങൾ ഗ്യാപ്പിട്ടിട്ട് സംഭവിക്കും. അപ്പൊ ഇതൊരു ലൂപ്പ് ഉണ്ട്. ഇതിന് ട്രിഗർ ആവുന്ന കാരണങ്ങൾ ഉണ്ടാവും, സംഗതികളുണ്ട്. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, അഡ്രസ് ചെയ്തേ പറ്റൂ, ഹീൽ ചെയ്തേ പറ്റൂ. ഓവർ തിങ്കിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമാണ്. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ചിന്തകളെ ചലഞ്ച് ചെയ്യുക എന്നുള്ളത്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് വെറുതെ നമുക്ക് ആ ചിന്ത വരികയാണെന്നുണ്ടെങ്കിലും ഇതുവരെ അത് സത്യമായിട്ടുണ്ടോ? ഏറ്റവും രസകരമായ ഒരു കാര്യം അതാണ്. നമ്മൾ ഓവർ തിങ്ക് ചെയ്യാറുണ്ടെങ്കിൽ പോലും അത് നമുക്ക് എന്താവാറില്ല, സത്യമായിട്ട് നമ്മുടെ മുൻപിലേക്ക് വരാറില്ല. പേടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ചിന്തകൾ കടന്നുകൂടിയ സംഗതികൾ ഉണ്ടാകുന്നത് അത് നമ്മുടെ മുൻപിലേക്ക് ഇതുവരെ സത്യമായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. ഇനി ഞാൻ എല്ലാം തകരും, ഇനി എല്ലാം നഷ്ടപ്പെടും, അല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ആ ഒരു നേരത്തെ ടെൻഷൻ അടിക്കുക എന്നുള്ളതല്ലാതെ ആ പേടിക്കുന്ന കാര്യത്തെ കുറിച്ച് അത് സത്യമായിട്ട് നമ്മുടെ മുൻപിൽ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മരണം സംഭവിക്കോ, ആക്സിഡന്റ് സംഭവിക്കോ, ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് പലതും എന്തല്ല, സത്യമല്ല. അപ്പൊ ഈ ഓവർ തിങ്കിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഫിയർ ആണ്, പേടിയാണ്. സാറിനോ പേടിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് വരാറുള്ളത്. എനിക്ക് ഭയം സംഭവിക്കോ എന്നുള്ള സംഗതി, ഭയം സംഭവിക്കോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യം. മനസ്സിലാകുന്നില്ല? അത് ഭയം നമ്മളായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന ഭയമാണ്. നമ്മളായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന ഭയമാണ്. അതൊരിക്കലും പലപ്പോഴും എന്ത് ചെയ്യാറില്ല, സംഭവിക്കാറില്ല. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നു, നമുക്ക് ഒരുപാട് ചിന്തകൾ വരുന്നു എന്നുള്ളതല്ലാതെ അത് റിയാലിറ്റിയിലേക്ക് എന്ത് ചെയ്യാറില്ല, സംഭവിക്കാറില്ല. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫിയർ എന്ന് പറയുന്ന ഒരു സംഗതി പലപ്പോഴും ഫാൾസ് എവിഡൻസ് അപ്പിയർ ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യാണ്, ചിന്തിച്ചു കൂട്ടുന്നതാണ്. അതൊരിക്കലും സംഭവിക്കുന്നില്ല. അപ്പൊ നമ്മളെ ചലഞ്ച് ചെയ്യണം. എന്റെ മനസ്സ് ചിന്തിക്കുന്നതൊന്നും ഞാൻ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ബ്രെയിൻ ഒരിക്കലും വിശ്വസിക്കരുത്.
അത് നിങ്ങളുടെ ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരു സംഗതിയെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. അത്തരത്തിലുള്ള ബ്രെയിൻ, അത്തരത്തിലുള്ള ചിന്താഗതി, അത്തരത്തിലുള്ള മനസ്സിനെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് നഷ്ടമേ ഉള്ളൂ, അതുകൊണ്ട് ഗുണമില്ല, അത് ഇല്ലാത്തതാണ്, അത് പച്ചക്കള്ളമാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. സോ യു ഹാവ് ടു ടെൽ യുവർ സെൽഫ്. നമ്മളോട് പറയണമെന്ന് വെച്ചാൽ വെറുതെ ഞാൻ എന്താ പറയുക, എന്റെ മനസ്സിലേക്ക് വെറുതെ ചിന്തകൾ വരികയാണ്, ചലഞ്ച് ചെയ്യുക. അതൊന്നും നടക്കാൻ പോകുന്നില്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല, അതൊന്നും നടക്കാൻ പോകില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണട്ടെ, ഒന്ന് നടക്കട്ടെ, അങ്ങനെ അങ്ങ് വണ്ടി അങ്ങ് പോയിട്ടാണ് ഇടിക്കാൻ, ഞാൻ ഇടിക്കട്ടെ. അങ്ങോട്ട് ചലഞ്ച് ചെയ്യുക. ഏറിപ്പോയാൽ എന്താ സംഭവിക്കുക? ഞാൻ അങ്ങോട്ട് മരിക്കും, എന്നാ അങ്ങോട്ട് മരിച്ചോടെ. ഇത് ഈ ഒരു ചിന്തിച്ച് വിഷമിച്ച് ഡൗൺ ആയിട്ട് സങ്കടപ്പെട്ട് മരിക്കുന്നതിനേക്കാൾ ഈ ഒരു ബുദ്ധിമുട്ടോട് കൂടിയിട്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയെക്കാട്ടും നല്ലത് അതല്ലേ. അങ്ങ് നടക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? യു ചലഞ്ച് യുവർ തോട്ട്സ്. അതോടുകൂടി അത് നിൽക്കും. നമ്മളെന്ന് വെച്ചാൽ നമ്മളതിനെ ഫേസ് ചെയ്യാതെ അയ്യോ 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 ഇങ്ങനെയുള്ളൊരു ഒളിച്ചോടുമ്പോ നമ്മുടെ ചിന്തകൾ കൂടും. പിന്നെ ഇല്ല എന്ന് ചലഞ്ച് ചെയ്യുക. വെറുതെ ഞാൻ ചിന്തിച്ചു കൂട്ടുകയാണ് എന്ന് ഞാൻ ആ ഒരു അവയർനെസ് കൊണ്ടുവരും. ഇത് വെറും ചിന്ത മാത്രമാണ്, അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് പൊയ്ക്കോളും. ഈ ചിന്തകൾ ഒരുപാട് എനിക്ക് വന്നിട്ടുണ്ട്, ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഒരു ചിന്ത വന്നു, അത് ചിന്തയാണ്, വെറുതെ ഞാൻ ആലോചിച്ച് അതിനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പൊക്കോളും. ചിന്ത വരുന്നു, കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും. ചിന്ത വരുന്നു, കുറച്ച് കഴിഞ്ഞാൽ പൊയ്ക്കോളും. ഇനി വേറെ എന്തെങ്കിലും ചിന്തകളാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായ ചിന്ത വരികയാണ്, നമ്മൾ പേടിപ്പെടുത്തി ഓവർത്തിങ്കിങ് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഏറ്റവും നല്ല പവർഫുൾ ടൂളാണ് ക്യാൻസൽ. സിംപിളി പറയാം, അവിടെ ബ്ലോക്ക് ചെയ്യാം. ക്യാൻസൽ. മനസ്സിലാകുന്നുണ്ടോ? ക്യാൻസൽ പറയാം. താങ്ക്സ് ഫോർ ദ സപ്പോർട്ടിന് സുഭാഷ്. താങ്ക് യു. ഐ അണ്ടർസ്റ്റാൻഡ് യു. സുഭാഷ് ചന്ദ്രബോസ്, നല്ല പേരാണല്ലോ. താങ്ക് യു. അപ്പൊ എന്താ വെച്ചാല് അദ്ദേഹം പറയുന്നു, താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. ദിസ് ഈസ് ദ സപ്പോർട്ട് ഐ ക്യാൻ ഗിവ് യു, ഐ ക്യാൻ ടെൽ യു. നമ്മുടെ ചിന്തകൾ പലപ്പോഴും ശരിയല്ല, നമ്മൾ വിശ്വസിക്കരുത്. പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന മൈൻഡിനെ വിശ്വസിക്കുകയേ ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ മൈൻഡ് നമ്മളോട് ഇങ്ങനെ ഒരു പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെയാണ് അല്ലെ. അതങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിതത്തിൽ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ, നെവർ ബിലീവ് എനി നെഗറ്റീവ് പ്രഡിക്ഷൻസ്. ഏത് യവം വന്ന് പറയുന്നതാണെങ്കിലും ശരി, സുഹൃത്താണെങ്കിലും ശരി, വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെങ്കിലും ശരി, വേറെ ആരാണെങ്കിലും ശരി, നിങ്ങളാണെങ്കിലും ശരി, ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ ദുരന്തം സംഭവിക്കും, പ്രയാസം സംഭവിക്കും, കഷ്ടപ്പാട് സംഭവിക്കും, ബുദ്ധിമുട്ട് സംഭവിക്കും. അല്ലെങ്കിൽ ആരായിക്കോട്ടെ, ഏത് വലിയ ഉസ്താദാണെങ്കിലും ശരി, ഏത് വലിയ ജ്യോത്സ്യനാണെങ്കിലും ശരി, ആരാണെങ്കിലും അത് സംഭവിക്കും, ഇത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പോകരുത്. നെവർ എവർ ബിലീവ് ഇറ്റ്, ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് സെർവ് യു. അത് സംഭവിക്കുന്നതിന് മുൻപേ നിങ്ങൾ മരിച്ചു കഴിയും, അത് സംഭവിക്കുന്നതിന് മുൻപേ നിങ്ങൾ വിഷമത്തിലായി കഴിയും. അതിന്റെ ചിന്തകൾ കൊണ്ട്. കാരണം മനുഷ്യൻ ചിന്തകൾ കൊണ്ടാണ് നശിക്കുന്നത്. ചിന്തകളാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്, മനുഷ്യനെ കൊല്ലുന്നത്, മനുഷ്യനെ തളർന്നു പോകുന്നത്, മനുഷ്യനെ ഇല്ലാണ്ടാക്കി കളയുന്നത്, മനുഷ്യന് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ആ പേടി കൊണ്ടാണ്, ആ ഫിയർ കൊണ്ടാണ്. ആ ഫിയറിന് മറികടക്കുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഇഗ്നോർ ഇറ്റ്. അതിനെ അങ്ങോട്ട് വിടുക, പോകാൻ പറയാ. ദാറ്റ്സ് ഓൾ. മനസ്സിലാവുന്നുണ്ട്? സോ നെവർ എവർ ബിലീവ്. വിശ്വസിക്കരുത്. അത് നിങ്ങളുടെ മൈൻഡാണ് പറയുന്നതെങ്കിലും മിണ്ടാണ്ടിരിക്കടോ, പോയേ, നിനക്ക് വേറെ പണിയില്ലേ. അത് നമ്മൾ നമ്മുടെ ബ്രെയിനോട് പറയും, ഷട്ട് അപ്പ്, ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ബ്രെയിനോട് പറയാ, മുന്നോട്ട് പോവുക. മനസ്സിലാവുണ്ടോ? ഒരു ഡയലോഗ്, ഷട്ട് അപ്പ് യുവർ, ആ വേർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഷട്ട് അപ്പ്. നിങ്ങൾക്ക് ഏതാണ് ഫീൽ ചെയ്തത്? ക്യാൻസൽ എന്ന് പറഞ്ഞു. ഓക്കെ, ചിന്ത വരുന്നു, ആ ചിന്ത ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻസൽ. അതെനിക്ക് ഉപകാരമില്ലാത്ത ചിന്തയാണ്, എന്നെ ഫിയർ ആക്കുന്ന ചിന്തയാണ്, ഒരു ആവശ്യമുള്ള ചിന്തയാണ്, ക്യാൻസൽ. അത് പറഞ്ഞു. ചിലർക്ക് അതിനേക്കാളും നല്ല രസമായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലുള്ള വേർഡ്സ് ആയിരിക്കും. ഷട്ട് അപ്പ് യുവർ ബ്ലഡി മൗത്ത്, ജസ്റ്റ് ഗോ, ലീവ് മീ അലോൺ. ഒന്ന് പോയേ നീ. ഇങ്ങനെ പറയുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഏതാണോ നിങ്ങൾക്ക് ആപ്റ്റ് ആകുന്നത്, നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച്, നിങ്ങളുടെ സ്റ്റൈലിനനുസരിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വേർഡ്സ് പറയാം. ഒന്നും മിണ്ടാണ്ടിരുന്നേ. മനസ്സിലാകുന്നുണ്ടോ? സോ വാട്ട് എവർ ഇറ്റ് ഇസ്, ലൈക്ക് ചലഞ്ച് യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകൾ എന്ത് ചെയ്യുക? ചലഞ്ച് ചെയ്യും. നെവർ എവർ ബിലീവ് ഇറ്റ്, ഇറ്റ്സ് ജസ്റ്റ് എ തോട്ട്സ്. ചിലർക്ക് എന്താണ്, ചിലർക്ക് വേറെ രീതിയില്ല. നെഗറ്റീവ് ചിന്ത വരികയാണ്, അപ്പൊ പറയാണ്, വന്നോ, എവിടെയായിരുന്നു, കുറെ ദിവസമെല്ലാം കണ്ടിട്ട്, വായും കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോ കേട്ടോ, ചായ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിപ്പോയിക്കോ, ദാറ്റ്സ് ഓൾ. അങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. വളരെ രസകരമായി നിങ്ങളുടെ സ്റ്റൈൽ ഏതാ, ആ രീതിയിൽ എന്ത് ചെയ്യാം, സ്വീകരിക്കുക. അത് കുറച്ച് ഞാൻ പറ്റുള്ളൂ.
വന്നല്ലോ വനമാല, താങ്ക് യു, എവിടെയായിരുന്നു, കുറെ ദിവസമായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വീകരിച്ച് രസകരമായിട്ട് ചലഞ്ച് ചെയ്യും. യു ചലഞ്ച് യുവർ തോട്ട്സ്. ലൈഫ് എന്താ വെച്ചാൽ സിമ്പിൾ ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഇവിടെ വലിയ പ്രത്യേകിച്ച് ഈ ജീവിതത്തിൽ വലിയ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇവിടെ എന്താ വെച്ചാൽ ജനിച്ചിട്ടുണ്ട്, മരിക്കുന്നതിന് മുൻപ് ആ മരണം വരെ ജീവിക്കണം. അതിന് കുറെ ഭക്ഷണം കഴിക്കും, രാവിലെ ആവും, എണീക്കും, കുളിക്കും, ഫ്രഷ് ആവും, മെഡിറ്റേഷൻ ചെയ്താ ചെയ്ത്, എക്സസൈസ് ചെയ്താ ചെയ്ത്, ഭക്ഷണം കഴിക്കും, ഭക്ഷണം പണിക്ക് പോകും, പണിക്ക് പോയാൽ പോയി, പോയില്ലെങ്കിലും നിങ്ങൾ ഇവിടെ ജീവിക്കും. എന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ അതിന് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അതിനിടയിൽ കുറെ രസങ്ങൾ ഉണ്ടാവും. അങ്ങനെ അതിങ്ങനെ പോകും ഒരു 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 ഓളത്തിൽ. അത് നമ്മൾ ഓവറായിട്ട് ഇതിനെ ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി അത് എന്താകും ഇത് എന്താകും എന്ന് ആലോചിച്ച് ജീവിച്ചാൽ നിന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ കഴിയില്ല. ടേക്ക് യുവർ ലൈഫ് ആസ്, അതാണ് നെക്സ്റ്റ് പോയിന്റ്, ഇൻ എ സിമ്പിൾ വേ. നമ്മൾ ഓവർ സീരിയസ്നെസ് കൊടുക്കരുത് ലൈഫിനെ. നമ്മൾ എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഒന്ന് ചില്ലാക്കണം. അതിനർത്ഥം തീരെ ഉത്തരവാദിത്ത ബോധം ഇല്ലാതെ പോരുത് എന്നുള്ളതല്ല. കാര്യങ്ങളൊക്കെ ചെയ്യണം, ജോലിക്ക് പോകണം, പണം ഉണ്ടാക്കണം, ആവശ്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിനപ്പുറത്തേക്ക് ഓവർ സീരിയസ്നെസ് ഒന്നും കൊടുക്കണ്ട. മനസ്സിലാവുണ്ടോ? വല്ലാണ്ട് ടെൻഷൻ അടിക്കുന്നവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് അതായത് നിങ്ങൾ ഓവർ സീരിയസ്നെസ് കൊടുക്കണ്ട. അല്ലെങ്കിൽ അവരെ പോലെ എനിക്ക് ആകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവരെ പോലെ ആകാൻ പറ്റില്ല. ആയാൽ എന്ത്, ആയില്ലെങ്കിൽ എന്ത്, ഹു കെയേഴ്സ്? ചില നേരത്ത് നമ്മളെ ലൈഫിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഈ പേടി വല്ലാണ്ട് കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ആ സമയത്ത് ഏറ്റവും നല്ല ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഹു കെയേഴ്സ്? ലിവ് യുവർ ലൈഫ് ഇൻ എ സിമ്പിൾ ഹാപ്പി വേ. ഹാപ്പി ആയിട്ടിരിക്കുക, അത് മാത്രമാണ് പ്രധാനം. എൻജോയ് ദ മൊമെന്റ്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഓവർ തിങ്കിങ്ങിലേക്ക് സഹായിക്കുന്ന തരത്തിൽ ഞാൻ പെർഫെക്റ്റ് ആണ്, അവരെ എന്നെ പറ്റി ആ ഒരു ഇമേജ് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവരെന്നെ പറ്റി ഇങ്ങനെ ചിന്തിക്കോ, അല്ലെങ്കിൽ ഇവരിങ്ങനെ ചിന്തിക്കോ, അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് സംഭവിക്കും, അതെന്ത് സംഭവിക്കും, അതെന്താകും, ഞാൻ ഇതെന്താകും, ഇനി മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നരകത്തിൽ പോവോ, അല്ലെങ്കിൽ അത് സംഭവിക്കോ, ഇത് സംഭവിക്കും, എന്തെല്ലാം ചിന്തകളാ. എന്നിട്ട് ഇവിടെ ജീവിക്കാൻ മറന്നു പോവുക. Am I right? ഹസീന ജലീൽ പറയുന്ന ഫിയർ ആണ് പ്രശ്നം. എന്ത് ഫിയർ ആണ് പ്രശ്നം? ഏത് ഫിയർ ആണെങ്കിലും ഇത്രയേ ഉള്ളൂ കാണേണ്ടത്. ആ ഫിയർ വെറുതെ അവിടെ ഫിയർ ഉണ്ടെന്നേ ഉള്ളൂ. യാ, ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഇറ്റ് കം ആൻഡ് ഗോ. ഷാജിർ, മുഹമ്മദ് ഷാജിറിന് ഇഷ്ടപ്പെട്ട മെത്തേഡ് അതാണ്. വന്നിട്ട് ചായ കുടിച്ചു പോവാൻ. ദാറ്റ്സ് ഇറ്റ്. ചിന്തകൾ വരുന്നു, വന്നോട്ട് പൊയ്ക്കോട്ടെ. അസുഖം മാറുമോ എന്നാണ് ഫിയർ. അസുഖം മാറുമോ എന്നുള്ളതാണ് ഫിയർ. അസുഖം വരുമോ എന്നാണ് ഫിയർ. ഓക്കെ, അസുഖം വരുമോ? ആ ചിന്ത ഇങ്ങനെ കൊടുത്ത് 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 അതിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അസുഖം വരും. ഓക്കെ, അപ്പൊ പേടി കുറച്ചുകൂടി കൂടി അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ അപ്പൊ എന്താ വേണ്ടെന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞത് നെഗറ്റീവ് പ്രഡിക്ഷനാ, അത് വിശ്വസിക്കാൻ നിൽക്കണ്ട. അത് ഞാൻ പറയണത് കേട്ടിട്ട് എന്ത് ചെയ്യാൻ നിൽക്കേണ്ടത്? അപ്പൊ അത് വരുമോ എന്നുള്ള പേടി. അപ്പൊ അതിനിപ്പോ ഞാൻ മാം ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാല്, അങ്ങനെയുള്ള ചിന്ത ഇങ്ങനെ വരും, അസുഖം വരും, അസുഖം വരും, അസുഖം വരും. അപ്പൊ ഇതെന്താ വേണ്ടത്? ലൈഫിനെ സിമ്പിൾ ആയിട്ട് കാണും, വന്നിട്ട് നോക്കാം. വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം കിട്ടും, നിങ്ങളൊക്കെ ആൾക്കാർ കെയർ ചെയ്യാനുണ്ടാവും, നോക്കാൻ ആൾക്കാരുണ്ടാവും. വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവസാനം സംഭവിക്കും, അസുഖം വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും, ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടും, ലിവർ ബുദ്ധിമുട്ടും. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. വെറുതെ നമുക്ക് വരാത്ത സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ശരിയല്ല. നമ്മൾ നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്ന മോശം പ്രവൃത്തിയാണ്. അപ്പം ആ ചിന്തകൾ വല്ലാണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ക്യാൻസൽ ക്യാൻസൽ എന്ന് പറയാം കേട്ടോ. ക്യാൻസൽ ക്യാൻസൽ എന്ന് പറയാം. അതല്ലെങ്കിൽ നീ വെറും ഒരു ചിന്ത മാത്രമാണ് എന്ന് പറയാം. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്കെന്ത് വെച്ചാല് അത് ക്യാൻസൽ ക്യാൻസൽ ഇവിടെ വെറും ചിന്ത മാത്രമാണ്. നീ എന്നെ വെറുതെ വെറുതെ ആവശ്യമില്ലാതെ എന്നെ എനിക്ക് എനിക്ക് വയ്യ പറയാ, എനിക്ക് വയ്യ, ഇനി ഞാൻ ഐ വാണ്ട് ടു എൻജോയ് മൈ ലൈഫ്. ലൈഫിനെ സില്ലി ആയിട്ട് കാണാം, കുറച്ചുകൂടെ സില്ലി ആയിട്ട് കാണാം, ഓവർ സീരിയസ് ആയിട്ട് കാണരുത്. ഓ അസുഖം വരുമോ, അത് വരുമോ, ഇത് വരുമോ, ആ വരുമ്പോ അപ്പൊ കാണാം, വരികയാണെങ്കിൽ അപ്പൊ കാണാം. എന്താ ആയിക്കോട്ടെ, എനിക്ക് വയ്യ ഇപ്പൊ തന്നെ അതിന്റെ പേര് ആലോചിച്ചിട്ടില്ലേ? തീ പിടിക്കുമ്പോ തീ പിടിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ തന്നെ ആലോചിച്ചിട്ട് തീ തിന്നണോ? ഭാവിയിൽ വന്നിട്ട് തീ വന്ന് പൊള്ളും 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 എന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ അത് പൊള്ളണോ?
വേണ്ട, വരുമ്പോ ആലോചിച്ചു. നമ്മളെന്താ വെച്ചാൽ ലൈഫിനെ നമ്മളെന്താ വെച്ചാൽ സില്ലി ആയിട്ട് ചലഞ്ചിങ് ആയിട്ട് കാണാം. ചിന്തകളെ നമ്മൾ ചലഞ്ച് ചെയ്യാം. അപ്പൊ നമുക്കെന്ന് വെച്ചാൽ വരികയാണെങ്കിൽ നമ്മളെന്ന് വെച്ചാൽ കുറച്ച് സീരിയസ്നെസ് നമ്മൾ കൊടുക്കാതിരിക്കുക. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അത് വെറും ഒരു ചിന്ത മാത്രമാണ്, കുറച്ച് ഞങ്ങൾ പൊയ്ക്കോളും. അസുഖം വരികയാണെന്നുള്ള അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് മൈൻഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിലും പ്രത്യേകിച്ച് ഇവിടെ എന്താ വെച്ചാല് നിങ്ങൾ ഇവിടെ ജനിച്ചു വീണത് ഒറ്റയ്ക്കാണ് അല്ലേ? ഒറ്റയ്ക്കാ ഇവിടെ വന്നത്. നിങ്ങൾ ജനിച്ചു വീണത്. ഇനി ഇവിടുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും. ഇതിനിടയിൽ ഇവിടെ ഒരു ജീവിതമുണ്ട്. ഈ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ ആകുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഫ്രഷ് ആവുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി ആവുന്നു വെച്ചാൽ കുളിച്ച് ഫ്രഷ് ആവുന്നു, ചിലപ്പോൾ കിടന്നുറങ്ങുന്നു. അതിനിടയിൽ കുറച്ച് എന്താ പറയാ റൊമാൻസും സെക്സും സംഗതികളും കാര്യങ്ങളും നടക്കുന്നു. പിന്നെയും ഇതിന്റെ റിപ്പീറ്റേഷൻ. ഇതിനിടയിൽ ജോലിക്ക് പോകുന്നു, കാര്യങ്ങൾ പോകുന്നു. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഇവിടെ എന്താ ഇപ്പൊ നിങ്ങൾ പണിയണേ? നിങ്ങൾക്കിപ്പോ എന്താ ചെയ്യാനുള്ളത്? നമുക്കൊക്കെ എന്താണ് ചെയ്യാനുള്ളത്? ഒരുപാട് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള ചിന്ത. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതിനോട് പാഷൻ ഉണ്ടാകും. ആ പാഷന്റെ പിന്നാലെയും അവർ പോകും. അവർക്ക് ഇത്തരത്തിലുള്ള ഫിയറോ സംഗതികളോ ചിന്തിക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള സംഗതി. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ലൈഫിനെ സില്ലി ആയിട്ട് കാണും. ജസ്റ്റ് എൻജോയ് ലൈഫ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്താണ്? വളരെ സിമ്പിൾ ലൈഫാണ്. ജസ്റ്റ് ലീവ് യുവർ ലൈഫ്, എൻജോയ് ദ പ്രോസസ്. കുറെ ചിരിക്കണം, കുറെ തമാശ പറയണം, കുറെ സുഖിക്കണം, കുറെ ബന്ധങ്ങൾ ഫ്രണ്ട്സിനെ കാണണം, മീറ്റ് ചെയ്യണം. രാവിലെ വൈകുന്നേരം പോകുന്നു വരുന്നു. ദാറ്റ്സ് ഓൾ. ടേക്ക് യുവർ ലൈഫ് ഇൻ എ സിമ്പിൾ വേ. എൻജോയ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ്. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ഈസ് ദ വേ വി ഷുഡ് എൻജോയ് യുവർ ലൈഫ്. പറ്റുമെങ്കിൽ ഇടയ്ക്ക് ഒരു യാത്ര പോവുക, പറ്റുമെങ്കിൽ ഇടയ്ക്ക് പഴയ സ്കൂളിൽ പോവുക, പറ്റുമെങ്കിൽ പഴയ ടീച്ചേഴ്സിനെ പോയി കാണാൻ പോവുക, അല്ലെങ്കിൽ സുഹൃത്തിനെ വിളിക്കുക, സംസാരിക്കുക. ഓക്കെ? അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കുക. അതും അല്ലെങ്കിൽ എന്താ വെച്ചാൽ സന്തോഷം തരുന്ന പഴയ ഹോബി. പറ്റുമെങ്കിൽ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് എന്താ വെച്ചാൽ മുറ്റത്തെ ജോലി, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുക, മുറ്റത്തുള്ള സംഗതികൾ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. അതൊക്കെ ചെയ്യുക. പഴയ ഹോബി ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ സംഗതികളോ, ജസ്റ്റ് വട്ട് എവർ ഇറ്റ് ഇസ്, ജസ്റ്റ് ഡു വാട്ട് മേക്സ് യു ഹാപ്പി. കീപ് യുവർ ലൈഫ് സിമ്പിൾ. മനസ്സിലാകുന്നു? കീപ് ഇറ്റ് സിമ്പിൾ. അപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ആലോചിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്താ വെച്ചാൽ, എന്താണോ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്, എന്താണോ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്നത്, അത് മാത്രം ചെയ്യുക. സ്ട്രെസ് തരുന്ന സംഗതികളൊന്നും വേണ്ട. എത്ര വലിയ ഫിലോസഫി ആണെങ്കിലും ശരി, ഈ മോർണിംഗ് ക്ലാസ്സിൽ ഞാൻ വന്നിട്ട് തന്നെ നാളെ വേറെ വിഷയത്തിലായിരിക്കും സംസാരിക്കുക. അപ്പൊ വേറെ കുറെ സാധനങ്ങളായിരിക്കും പറയാം. അപ്പൊ അത് കേട്ടിട്ട് ഓ അങ്ങനെയാവണം എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെയാ നിൽക്കുക. മനസ്സിലാകുന്നുണ്ടോ? ടെൻഷൻ അടിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, അതിങ്ങനെ ആലോചിച്ചിട്ട് ഓ എനിക്ക് അങ്ങനെ ആവാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി, കണ്ടാൽ മതി, പഠിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി. ദാറ്റ്സ് ഓൾ. ഇല്ലെങ്കിൽ അത് ആവശ്യമില്ലെങ്കിൽ വേണ്ടെന്ന്. അപ്പൊ അതായത് ഏത് ക്ലാസ് കേൾക്കുമ്പോഴും ആവശ്യമുള്ള നിങ്ങളുടെ ഒരു ലൈഫ് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് എന്ത് വേണം, എന്ത് വേണ്ട. പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേൾക്കണ്ട. ചിലർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കേൾക്കാം, മറ്റു പലർക്കും മക്കൾക്ക് വേണ്ടിയിട്ട് കേൾക്കാം, ഒരു ലോകത്തെക്കുറിച്ച് ഒരു അറിവ് ഉണ്ടാകാൻ വേണ്ടി കേൾക്കാം. അത്രയൊക്കെ ഉള്ളൂ. എല്ലാം എന്റെ ലൈഫിലേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് എന്റെ ലൈഫ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് നിറച്ച് എനിക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആക്കണം, എനിക്ക് അങ്ങനെയാണ്, ഒന്നും ആവാനില്ല. എന്താണോ ഉള്ളത് നമുക്ക് ആവാൻ പറ്റുന്നത് നമ്മളായിത്തീരും. നമ്മളാവാൻ വിധിച്ചത് നമ്മളായിത്തീരും. അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ എന്താ വെച്ചാൽ എൻജോയ് യുവർ ലൈഫ്, ബി ഹാപ്പി. ഓക്കെ? ടേക്ക് ഇറ്റ് ഈസി. ഓൾ ഈസ് വെൽ. വെറുതെ നമ്മൾ ആലോചിച്ച് പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പേടിച്ചിട്ട് നമ്മൾ ഇവിടെ താജ്മഹൽ പണിയാനൊന്നും പോണില്ല. മനസ്സിലാവുന്നുണ്ടോ? രാവിലെ എണീറ്റിട്ട് നിങ്ങൾ ഇത്രയും പേടിച്ച് വിഷമിച്ച് ഡൗൺ ആയി നിങ്ങൾ ഇനിയിപ്പോ തട്ടിപ്പോയി, നിങ്ങൾ അങ്ങ് തട്ടിപ്പോയി, എന്താ ഇവിടെ സംഭവിക്കാനുള്ളത്? 4 ദിവസം ഉണ്ടാവും നിങ്ങളെ പറ്റി സംസാരിക്കാൻ ആൾക്കാർ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കുറച്ചു കാലം നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർ കുറച്ചു കാലം വിഷമിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ, മറന്നു. ലൈഫ് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകും. ഇത്രയൊക്കെ ഉള്ളൂ നമ്മള്. ഇതാണ് ഇതിന്റെ റിയാലിറ്റി. അല്ല നമ്മൾ അതും ആലോചിച്ചിട്ട് അങ്ങനെ ചിന്തിച്ച് വിഷമിച്ച് ഇരുന്നിട്ട് എന്ത് ഉണ്ടാവാനാ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാനൊന്നുമില്ല. നമ്മളെന്തോ സംഭവമാണ് നമുക്ക് തോന്നുകയാണ്. നമ്മൾ ഒരു സംഭവം ഇല്ല. മനസ്സിലാകുന്നുണ്ടോ?
അപ്പൊ ഉള്ള ലൈഫ് എന്ത് ചെയ്യുക? ഇപ്പൊ കിട്ടിയ ചാൻസ്, ബി ഹാപ്പി, എൻജോയ്. പരമാവധി എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എൻജോയ് ചെയ്യുക, ഹാപ്പി ആവാൻ പറ്റുന്നത് ഹാപ്പി ആവുക. വെറുതെ ടെൻഷൻ അടിക്കണ്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനർത്ഥം ദൂർത്തടിക്കുകയോ ലൈക്ക് എന്തൊക്കെയോ ചെയ്തിട്ട് തോന്നിയ ജീവിതം ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ല. ലൈക്ക് ബി ഹാപ്പി. വെറുതെ ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ടേക്ക് ഇറ്റ് ഈസി. അപ്പൊ ഇത് ഓവർ തിങ്കിങ് ഒരു പാറ്റേണായി വരുന്ന ആൾക്കാരോട് ഇത് ഞാൻ പറയുമ്പം അത്ര ഈസി അല്ല എന്ന് എനിക്കറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഓവർ തിങ്കിങ് വരുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്കത് താങ്ങാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു പുതിയൊരു പെർസ്പെക്റ്റീവ് തരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ലൈഫിനെ സിമ്പിൾ ആയിട്ട് കാണണം കേട്ടോ. ലൈഫിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഈ ഓവർ സീരിയസ്നെസ് ആണ് ചിലപ്പോൾ നമ്മൾ ഈ ആ പാറ്റേൺ ഇല്ല, സൈക്കിള് അതിൽ നിലനിർത്തുന്നത്. ഞാൻ ഇങ്ങനെയാണ്, 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 ഇങ്ങനെയാണ്. ഇത് എവിടെ വന്നത്? നീ നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ് എന്ന ചെറുപ്പത്തിലെ പ്രോഗ്രാമിംഗ് ഓർമ്മയുണ്ടോ? ആ അവിടുന്ന് വന്നതാ. ലൈഫ് ഇങ്ങനെയാണോ, ഇങ്ങനെയാണോ, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ജോലി ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, നല്ല മാർക്ക് വാങ്ങണം, നന്നായിട്ട് പാസ്സാവണം എന്ന പ്രഷർ ചിന്തിച്ച് 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 ആ ഗുഡ് ഇമേജ്, ഗുഡ് ഇമേജ്, ഗുഡ് ഇമേജ്, അത് നമ്മുടെ ഉള്ളിൽ കയറി കൂടി അതൊരു കുറ്റബോധമായി മാറിയിട്ടുണ്ട്. Am I right? ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം, പരമാവധി ട്രൈ ചെയ്യാം, പരമാവധി സ്നേഹിക്കുക, പരമാവധി നന്മ ചെയ്യുക, അത്രേ ഉള്ളൂ. കഴിയണതിന് പരമാവധി മതി. ഡു വാട്ട് യു ക്യാൻ. അല്ലാതെ ഈ ലോകം മുഴുവൻ നന്നാക്കണമെന്നോ, അല്ലെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ നല്ല വ്യക്തിയാണെന്നോ, കുടുംബത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഒരാളുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ജീവിക്കരുത്. പരമാവധി നല്ലത് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക, എൻജോയ് ചെയ്യുക, ബി ഹാപ്പി. ഓക്കെ, ഡു യു അഗ്രി വിത്ത് മീ? യെസ്. Isn't it a beautiful perspective? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി നല്ലതാണ്, നമ്മൾ ഓൾറെഡി ഓക്കെ ആണ്, നമ്മൾ സേഫ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരിക. ലൈഫിനെ വെറുതെ ഓവറായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട. അപ്പൊ അസുഖം വരുമോ? അസുഖം വന്നാൽ എന്താവും? ചോദിക്കുക അങ്ങോട്ട്. വന്നാൽ എന്താവും? കിടപ്പിലാവും. ബാക്കിയുള്ളവരൊക്കെ കിടപ്പിലാവും, അതുപോലെ കിടപ്പിലാവും. അപ്പൊ എന്ത് ചെയ്യൂ? പിന്നെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവും, ഭാരവും ബുദ്ധിമുട്ടാവും, കുറച്ചൊക്കെ ബുദ്ധിമുട്ടാവും. അത് അപ്പൊ ആലോചിച്ചാൽ പോരെ. ഇപ്പൊ തന്നെ കിടന്നിട്ട് ബുദ്ധിമുട്ടാവണോ? അത് ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ നമ്മൾ അസുഖം വരുത്തി വെക്കണോ? വേണ്ട. സോ എൻജോയ് യുവർ ലൈഫ് ഇൻ ദ റൈറ്റ് വേ. അപ്പൊ അത് വറീഡ് ആവണ്ട. അടുത്തത് എന്താണ്? അടുത്തത് എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പറഞ്ഞ പോലെ പേടിയാണെങ്കിലായിരിക്കാം. പേടി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. തെറ്റായ തെളിവുകൾ നമ്മുടെ മനസ്സിലേക്ക് വല്ലാണ്ട് കൊണ്ടുവരികയാണ് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ട്. അപ്പൊ അതൊന്നും റിയൽ അല്ല. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ചലഞ്ച് യുവർ തോട്ട്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മൈൻഡ് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്ത് തിങ്കിങ്ങിലേക്ക് പോകരുത്. അപ്പോ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ വഴി എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിലുള്ള ചിന്തകൾ നമുക്ക് നല്ല രീതിയിലേക്ക് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെച്ചാൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഇമോഷൻസിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക. അതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് നമുക്ക് പല മെത്തേഡുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണെന്ന് വെച്ചാൽ ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. ഈ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ ശ്രമിക്കുക. ഭാവിയെ കുറിച്ച് ആലോചിക്കാതിരിക്കുക, പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു, വരാനുള്ളത് വന്നിട്ടില്ല. അങ്ങനെ ഒരു സംഗതി ഇല്ല ഇനി. അതായത് ഏറ്റവും രസകരമായ ഒരു കോടി. ഭാവി എന്ന് പറയുന്ന ഒരു സംഗതി പലപ്പോഴും ഇല്ല എന്നാ പറയുന്നത്. അത് മറ്റൊരു ഫിലോസഫിയാണ്. ഇന്നല്ലേ ഉള്ളൂ, ഈ നിമിഷമല്ലേ ഉള്ളൂ. നിങ്ങൾ ആകെ ജീവിക്കുന്നത് ഈ നിമിഷമാണ്. നാളെ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്നാ പറയുന്നത്. അത് നാളെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇന്നേ നിങ്ങൾക്ക് എന്നും കിട്ടുന്നുള്ളൂ. ഈ നിമിഷം, ഈ നിമിഷമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ അല്ലെ? അത് നിങ്ങളടുത്തേക്ക് നാളെ എന്ന് പറഞ്ഞ സാധനം, നാളെ എന്ന് വിചാരിക്കുന്ന സാധനം ഒറ്റയടിക്ക് വന്നിട്ട് അത് ഇന്നായി മാറും. അപ്പൊ അനുഭവിക്കുന്നത് ഇന്നേ ഉള്ളൂ. ഇന്നിലെ ജീവിതം ഉള്ളൂ. ഈ നിമിഷത്തിലെ ജീവിതം ഉള്ളൂ. അപ്പൊ നമ്മൾ ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ചിന്തിക്കേണ്ട. ഓവറായിട്ട് അതെന്താകും, അതെന്താകും, അതെന്താകും. അപ്പൊ പേടിക്കുന്നതിൽ അർത്ഥമില്ല നെഗറ്റീവായിട്ട് ചിന്തിക്കും. അപ്പൊ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നിൽ ജീവിക്കുക എന്നുള്ളത്. ഈ നിമിഷം എൻജോയ് ചെയ്യുക. ഈ നിമിഷം ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മാത്രം. ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്,
ഇപ്പൊ ഞാൻ പേടിച്ചിരിക്കണോ? ഇപ്പൊ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം? ചോയ്സ് ഇസ് ദർ. യു മേക്ക് എ ചോയ്സ്. അപ്പൊ ഈ ലോകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന, ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ചൂസ് ടു ബി ഹാപ്പി എന്നുള്ളത്. ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുക. ചൂസ് ടു ബി ഹാപ്പി. ദാറ്റ് ഈസ് എ ബെസ്റ്റ് ഡിസിഷൻ എനിബഡി ക്യാൻ ടേക്ക്. ഈ നിമിഷത്തിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ എൻജോയ്മെന്റ്, അങ്ങനെയല്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഹാപ്പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇരിക്കും. ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് മാത്രം ചെയ്ത് പോവുക എന്നുള്ളതല്ല. അതായത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചൂസ് ചെയ്യാം. എനിക്ക് എന്തിപ്പോ ഫീൽ ചെയ്യണം? ഫിയർ ഇങ്ങനെ വരികയാണ്, ഓവർ തിങ്കിങ് വരുന്നത്. അതിന് പകരം നമ്മളെന്ന് വെച്ചാൽ, ഞാൻ അത് ഫീൽ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് എനിക്ക് വല്ല ഗുണമുണ്ടോ? സ്വയം ചോദിക്കാം. ശരി, ഇറ്റ്സ് നോട്ട് ഈസി, ഐ നോ. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് എന്തിപ്പോ ഉണ്ട്? ഞാൻ ആ ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കാതെ കംപ്ലൈന്റ് പറയുകയാണല്ലോ എന്ന ചിന്ത മാറ്റിയിട്ട്, ആ ഒരു കംപ്ലൈന്റ് ആണല്ലോ ഞാൻ പറയുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എനിക്ക് എന്തുണ്ട്? എനിക്ക് എന്ത് നന്മയുണ്ട്? എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഹൗ കൻ ഐ ഹെൽപ്പ് മീ? പിന്നെ കമ്പാഷൻ, സ്നേഹം കൊടുക്കുക. സ്വന്തത്തെ ഒരു കരുണയോടുകൂടി കാണും. പറയുക, ഞാൻ ഇപ്പം ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എങ്ങനെ ചിന്തിച്ചിട്ട്. ഞാൻ എന്നോട് സ്നേഹം കേൾക്കേണ്ട സമയമാണ്. ഐ ലവ് മൈസെൽഫ്, 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 ഐ ലവ് മൈസെൽഫ്. I am beautiful, I am beautiful, I am good looking, I am good looking, I am smart, I am good. I love myself, I love myself, I forgive myself, I love myself, I love myself. ഈ ഒരു മന്ത്രം അങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുക. ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ ഒരുപാട് തവണ പറഞ്ഞു നോക്ക്. നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ആയിട്ട് മാറട്ടെ അത്. I love myself, I love myself, I love myself, I love myself. പറയാൻ പ്രയാസമുണ്ടെങ്കിലും പറയാം, വീണ്ടും പറയാം. ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. ഇറ്റ്സ് ഓക്കെ. പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം, ഉണ്ടെങ്കിൽ പോലും ഐ ലവ് മൈസെൽഫ്. എനിക്ക് ഇങ്ങനെ ഒരു പേടി വരുന്നുണ്ടെങ്കിൽ പോലും ഐ ലവ് മൈസെൽഫ്. എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഐ ലവ് മൈസെൽഫ്. മുഹമ്മദ് അർഷാദ് പറയുന്നു, അതാണ് സാർ ഇത്ര ലുക്ക്. എനിക്കറിയില്ല, ഞാൻ എന്താ കടന്നു പോണത് എനിക്ക് അറിയുള്ളൂ. എന്റെ പൊന്നാര മുത്തേ, നമ്മളെല്ലാവരുടെയും അവസ്ഥ കണക്കാ. നമ്മൾ ട്രൈ ചെയ്യാം. മേ ബി യു ആർ റൈറ്റ്, എനിക്കറിയില്ല. മനസ്സിലാകുന്നുണ്ടോ? ചെയ്ത കാര്യങ്ങൾ ഹാപ്പിയോടെ ചെയ്യുക. അതെ, യെസ്, വെരി ഗുഡ് പോയിന്റ്. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? കുറച്ച് പോയിന്റ്സുകൾ പറഞ്ഞ്. നിങ്ങൾക്ക് ടെൻഷനും വിഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? നമുക്ക് നിങ്ങളുടെ പോയിന്റ്സുകൾ എടുക്കാറ്. നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും? എന്തായിരിക്കും നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? നിങ്ങളെ അല്ലെ, ലൈക്ക് സുബീർക്ക് പറഞ്ഞൂടെ, ഹാപ്പിയോടെ കാര്യങ്ങൾ ചെയ്യും. യെസ്, ഒരാൾ പറയുന്നു അസീന ചെറിയ പറയും സ്വലാത്ത് ചൊല്ലും. വെരി ഗുഡ്. നിങ്ങൾക്ക് എന്താണോ മന്ത്രം, നിങ്ങൾക്ക് എന്താണോ സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വാസപ്രകാരം ചെയ്യാം. എല്ലാത്തിനും ഒരു തിരിച്ചറിവ് വേണം എന്ന് ചിന്തിക്കും. ഓക്കെ, ഓവർ തിങ്കിങ് വരുമ്പോൾ എല്ലാം ഒരു തിരിച്ചറിവോടുകൂടി ചിന്തിക്കാൻ തുടങ്ങും. ഹേമന്ത് കുമാർ പറയും. വേറെ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയില്ലല്ലോ. നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, എന്താ ചാവട്ടെ, ആ ഒരു അവസ്ഥയിൽ അങ്ങോട്ട് ഇരിക്കും അല്ലെ? ഓക്കെ, ശരി, വെരി ഗുഡ്. നടക്കാൻ പോകുന്നതിനെ പറ്റി കൺട്രോൾ ചെയ്യാൻ കഴിയില്ലല്ലോ, എന്താ ചാവട്ടെ. സൊല്യൂഷൻ നോക്കും ശീല. ഓക്കെ, സൊല്യൂഷൻ ഉണ്ടോന്നും. ഓക്കെ, വെരി ഗുഡ്, നല്ലൊരു കാര്യമാണ്. എന്ന് വെച്ചാല് നമ്മൾ എന്തെങ്കിലും അതൊരു വലിയൊരു പ്രശ്നം ഉണ്ടാവുക എന്ന് ഇങ്ങനെ പേടിക്കുമ്പോൾ, എന്താണ് എനിക്കിപ്പോ സൊല്യൂഷൻ ഉള്ളത്? വാട്ട് ഐ ക്യാൻ കൺട്രോൾ ആൻഡ് വാട്ട് ഐ ക്യാൻ നോട്ട് കൺട്രോൾ തിരിച്ചറിയാന്നുള്ള സൊല്യൂഷൻ നോക്കുന്ന പറയുന്നത് വളരെ നല്ലൊരു, അതായത് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ അത് നോക്കും. അത് വളരെ നല്ല പോയിന്റാണ്. കാരണം അത് വേണം. ചിലപ്പോൾ സൊല്യൂഷൻ വേണ്ടി വരും. കാരണം സോൾവ് ചെയ്യേണ്ട കാര്യമായിരിക്കും. പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. എനിക്കിപ്പോ ചെയ്യാൻ പറ്റും? വാട്ട് ഐ ക്യാൻ ഡു ആൻഡ് ഹൗ ഐ ആം ഗോയിങ് ടു സോൾവ്. ചില പേടി ചിലപ്പോൾ റിയൽ ആയിരിക്കും. അപ്പൊ നമ്മളെന്ത് വെച്ചാൽ റിയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് വെച്ചാൽ സൊല്യൂഷൻ എന്ത് ചെയ്യണം, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക, അത് ആലോചിക്കും. അതായത് വാട്ട് ഐ ക്യാൻ കൺട്രോൾ. രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ.
നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. അതല്ലാത്തതൊക്കെ എന്താ വെച്ചാൽ അതിന്റെ വഴിക്ക് വിടും. യെസ് ഓർ നോ? ആൻഡ് ഇതിങ്ങനെ പറയാ, ഡു 50%. നമ്മുടെ 50% നമ്മൾ ചെയ്യും. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ അത് അതിന്റെ വഴിക്ക് വിടുക. അപ്പോൾ ലൈഫ് എന്ത് ചെയ്യും? വാട്ട് വി ക്യാൻ ഡു, വാട്ട് ഐ ക്യാൻ ഡു എന്ന പ്ലാനിങ്ങിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്? സബ്ജക്ട് ചേഞ്ച് ചെയ്യും. ജെറി സാർ പറയുന്നത് സബ്ജക്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, പേടി വരികയാണെന്നുണ്ടെങ്കിൽ ആ സബ്ജക്ട് ചേഞ്ച് ചെയ്യും. യെസ്, ക്യാൻസൽ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നെഗറ്റീവായ കാര്യങ്ങൾ സംസാരിക്കണ്ട. യെസ്, സബ്ജക്ട് ചേഞ്ച് ചെയ്യും. വെരി ഗുഡ്. ആ ചിന്തിക്കുന്ന സബ്ജക്ട് തന്നെ ചേഞ്ച് ചെയ്യും. ക്യാൻസൽ അല്ലെങ്കിൽ ചേഞ്ച് ദ തോട്ട്സ് പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാം. ലെന പറയുന്നു പ്രയർ കൂട്ടും, പ്രാർത്ഥന കൂട്ടും. ഓക്കെ, വെരി ഗുഡ്. ദാറ്റ് ഈസ് ആൾസോ എ വെരി ഗുഡ് ഫീൽ. നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിന് സമാധാനം പ്രാർത്ഥനയിലൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെ ആ ഒരു നമ്മളെന്താ വെച്ചാൽ സംഗതികൾ ചെയ്യും. പ്രാക്ടീസ് തെവക്കുലതെ, പ്രാർത്ഥന കൊണ്ട് സെൽഫ് ലവ് ഫോർഗിവ്നെസ് കൊടുക്കുക. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അങ്ങോട്ട് പോകും. എന്താ വെച്ചാൽ ആവട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ആറ്റിറ്റ്യൂഡ്. സമീറ കേൾപ്പി, വെരി ഗുഡ്. വേറെ എന്താണ്? ഈ നിമിഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കും. ഓക്കെ, നല്ലതിനായിരിക്കും എന്ന് തോട്ട് കൊടുക്കും. വെരി ഗുഡ്. ഓക്കെ, നല്ലതിനായിരിക്കും എന്ന് തോട്ട് ചെയ്യും. ശബ്ദവർഗം, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഈ ക്ലാസ് എടുക്കാൻ നിങ്ങൾ ഉഷാറാണല്ലോ നമ്മളെക്കാട്ടിലും. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് അല്ലെ അതായത് നല്ലതിനായിരിക്കും. ഇപ്പൊ ഞാൻ ഈ ഒരു പേടി എനിക്ക് വന്നത് കൊണ്ട് എന്തൊക്കെ ഗുണമുണ്ട്? ചിലർക്ക് ഗുണമുണ്ടാവും, ഗുണമില്ലെങ്കിൽ പ്രശ്നമാണ്. പേടിയുള്ളത് കൊണ്ട്, ഇങ്ങനെ ഒരു പേടി എന്റെ ഉള്ളിലുള്ളതുകൊണ്ട് കുറച്ച് ബോധമൊക്കെ എനിക്കുണ്ട്, കുറച്ച് ഭയഭക്തിയൊക്കെ എനിക്കുണ്ട്, കുറച്ച് ദൈവഭയമൊക്കെ ഉണ്ട്, കുറച്ച് നല്ല രീതിയിൽ ഞാൻ നടക്കുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അല്ലെ? ജോലിക്കൊക്കെ ഒന്ന് പോകാനൊരു എന്താ പറയാ, അല്ലെങ്കിൽ ഈ ഒരു പേടി ഉള്ളിലുള്ളത് കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. അപ്പൊ ആ രീതിയിൽ എടുക്കും. അതായത് ആ സംഗതിയെ എങ്ങനെ നമ്മൾക്ക് ഒരു നല്ല കാര്യത്തിലേക്ക് തിരിച്ചുവിടുക, ഉപകാരത്തിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അതിൽ ആ രീതിയിൽ കാണുക. ഇതെനിക്ക് വന്നതുകൊണ്ട്, ഇങ്ങനെ ഒരു ഭയം ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ അച്ചടക്കമുള്ള ഡിസിപ്ലിൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുന്നു. ആൻഡ് ദാറ്റ്സ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ്. അങ്ങനെ കാണുന്നു. ദാറ്റ്സ് എ വെരി ഗുഡ് ആറ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് എന്താണ്? പാസ്റ്റ് നന്നായും ഫ്യൂച്ചറിനെ കുറിച്ച് വറി ആവാതെ പ്രസന്റിൽ ജീവിക്കുന്നതാണ് മൈ പോളിസി. അനുഷ പറയുന്നത്, വെരി ഗുഡ്. നെക്സ്റ്റ് എന്താണ്? അതൊരു ചിന്ത മാത്രമാണ്. ദാറ്റ്സ് ഓക്കെ. അതൊരു ചിന്ത മാത്രമാണ്, വെറും ഒരു ചിന്ത മാത്രമാണ്. ചിന്ത എന്ന് പറയുന്ന ഒരു തരംഗ രൂപത്തിലുള്ള ഒരു സാധനം മാത്രമാണ്. അത് വന്നങ്ങ് പൊയ്ക്കോളും. അത് സത്യമല്ല. അത് സത്യമാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ സംഭവിച്ചില്ല. ഇതിനു മുൻപൊക്കെ പലവട്ടം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു തരംഗ രൂപത്തിലുള്ള ഒരു വൈദ്യുതി പ്രവാഹം മാത്രമാണ്. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റേ ന്യൂറോണിലേക്ക് കടന്നു പോകുന്ന ഒരു ചിന്ത എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ്. ഒരു തോട്ട് എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ്. ഒരു സിഗ്നൽ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യാണ്. അതൊരിക്കലും സത്യമല്ല. അതൊരു സത്യമാണെന്നില്ല, അല്ലെങ്കിൽ അതിന് എന്താക്കേണ്ട ആവശ്യമില്ല. ഓ, അത് സത്യമാണ്, അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളതിലേക്ക് വേർതിരിക്കാൻ പോകേണ്ട ആവശ്യം എനിക്കില്ല. അതങ്ങ് വന്ന് അതങ്ങ് പൊയ്ക്കോട്ടെ. അത് കുറച്ച് വരും, അങ്ങനെ പൊയ്ക്കോട്ടെ. അത് കുറച്ച് ഇത് മൈൻഡ്ഫുൾനെസ് ഉള്ള മെത്തേഡാണ്. ഭയങ്കര പവർഫുൾ മെത്തേഡാണത്. അതൊരു ചിന്തയാണ്, വേറെ ഒന്നുമല്ല. അതൊരു ചിന്തയാണ്. അതൊരു ചിന്തയാണ്. അതൊരു ചിന്തയാണ്. അതൊരു ചിന്തയാണ്. സോ അതൊരു സിഗ്നൽ പാസ് ചെയ്ത് പോവാണ്. അതൊരു എനർജി ശരീരത്തിലൂടെ പാസ് ചെയ്ത് പോവാണ്. അതൊരു എനർജി പാസ് ചെയ്ത് പോവാണ്. ദാറ്റ്സ് ഓൾ. ആ ഒരു എനർജി പാസ് ചെയ്ത് പോവാണ്. അത് വന്നോട്ടെ പൊയ്ക്കോട്ടെ. ദാറ്റ്സ് ഓൾ. മനസ്സിലാകുന്നുണ്ടോ? അല്ലെ? എന്താണ് ചിന്ത? ചിന്ത എന്ന് പറയുന്നത് എ തോട്ട് ഇസ് ഒരു സിഗ്നൽ പാസ് ചെയ്യലാണ്. അതിന് ടെക്നിക്കൽ ടേമിലൂടെ അതിനെ കാണുക, വേറെ ഒന്നും അതിന് അർത്ഥം കൊടുക്കാതിരിക്കുക. സാധനം വന്നും പോകും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറെ എണ്ണം വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ അത് വന്നങ്ങ് പൊയ്ക്കോളൂ. പറഞ്ഞോ, അങ്ങനെ കണ്ടു നോക്കിയ ന്യൂട്രൽ ആയിട്ട് കാണാം, ഒരു ഡിസ്റ്റൻസിൽ നിന്ന് കാണാം, അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാതിരിക്കുക. ആ ചിന്തന ഇങ്ങനെ നിരീക്ഷിക്കുക. ആ വന്നല്ലോ, ആ കുറച്ച് കഴിഞ്ഞ് പൊയ്ക്കോളൂ. മനസ്സിലാവുന്നുണ്ടോ? ചിന്തയെ നോക്കിക്കാണുക. അത് വെറും ഒരു ചിന്ത മാത്രമാണ്. നല്ല ചിന്ത, വലിയ സന്തോഷമുള്ള ചിന്തകൾ വന്നാലും ഇതേപോലെ തന്നെ നോക്കിക്കാണും. ആ, ഇന്ന് ഭയങ്കര സന്തോഷത്തിന്റെ ചിന്തകളാണല്ലോ, കൊള്ളാലോ. ആ, ഇന്ന് 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 വന്നിറങ്ങുന്ന ലോഡ് ഇതാണ്. ഓക്കെ, അടുത്ത ലോഡ് വേറെ വരും കുറച്ച് കഴിഞ്ഞാൽ. ദാറ്റ്സ് ഓൾ. മനസ്സിലാവുന്നുണ്ടോ? ചിന്തകളെ വെറും എന്താ പറയാ, വെറും ചിന്തകളായിട്ട് കാണുന്നിടത്താണ്
മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ടെക്നിക്കിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ വെറും ചിന്തകൾ മാത്രമായിട്ട് അത് പാസ് ചെയ്യുന്ന സിഗ്നലുകൾ മാത്രമായിട്ട് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഫ്രീഡം ചിന്തകളിൽ. ചിന്തകളിൽ നമ്മൾ അകപ്പെട്ടു പോകില്ല, അതിൽ മുങ്ങിപ്പോവില്ല. ചിന്തകളെ നമ്മൾക്ക് മാസ്റ്റർ ചെയ്യാൻ കഴിയും, കാണാൻ കഴിയും, നമുക്ക് നോക്കാൻ കഴിയും, നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതിലേക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആവാതെ ചിന്തകളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ കഴിയും. ചിന്തകളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾ നോക്കി നിന്ന് കാണുക, നിരീക്ഷിക്കുക. ചിന്തകൾ വെറും ചിന്തകളല്ല. ചിന്തകൾ വെറും ചിന്തകളാണ്. ഈ ചിന്തനെ എനിക്ക് വേണ്ട രീതിയിൽ നല്ല ചിന്തകൾ മാത്രം എടുക്കുക, എന്നിട്ട് അതിനെ ഞാൻ ഉപയോഗിക്കുക. ബാക്കിയുള്ള ചിന്തകൾ അവിടെ കിടന്നോട്ടെ, അവിടെ ഇങ്ങനെ നോക്കി നിന്നാൽ മതി. നല്ല ചിന്തകൾ വരുമ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക, ഇഷ്ടമുള്ളത് എടുത്ത് തെരഞ്ഞെടുത്ത് ഇങ്ങനെ ഉപയോഗിക്കുക. എന്റെ കരിയറിന് ആവശ്യമുള്ള ചിന്ത, ആ ചിന്ത ഓക്കെ, അത് നല്ലതാണ്, വെരി ഗുഡ്, എടുക്കുക, ഉപയോഗിക്കുക. ഉത്തരവാദിത്വ ഭാവത്തോടു കൂടി പെരുമാറുക, നല്ല ചിന്തയാണ്, ഉപയോഗിക്കുക. ഒരു നെഗറ്റീവ് ചിന്ത വന്നു, വേണ്ട, എടുത്ത് കളയാം. ചിന്തകളെ ഒരു ഡിസ്റ്റൻസിൽ നോക്കിക്കാണുക. ക്ലിയർ ആണോ? അതിനോട് അറ്റാച്ച്ഡ് ആവാതിരിക്കുക, അതിലേക്ക് മുങ്ങിത്താവാതിരിക്കുക, അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണുക. ഓരോ ചിന്തകൾ, അപ്പൊ ചിന്തകളെ നിരീക്ഷിക്കുന്നത് ഒരു പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഹലോ, ഓക്കെ, ദാറ്റ്സ് എ വെരി ഗുഡ് തോട്ട് പ്രോസസ്. അത് ചിന്ത മാത്രമാണ്. നെക്സ്റ്റ് എന്താണ്? മറ്റൊന്നിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുവാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. വിദ്യാസാഗർ പറയുന്നു അക്സെപ്റ്റ് റിയാലിറ്റി. ശീലമോഹൻ പറയുന്നു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ എല്ലാ അതായത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഉള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിയാലിറ്റി ആണോ ചെക്ക് ചെയ്യുക. റിയൽ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതിങ്ങനെയാണ് ഇപ്പൊ സംഭവിച്ചത്, ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ചില ആൾക്കാരുണ്ടോ, ഓക്കെ ഇത്രയും സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇനി ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, എങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതെന്തെങ്കിലും പറയല്ല, ഇങ്ങനെ സംഭവിച്ചു, അതിനെ റിജക്ട് ചെയ്യേണ്ട, റെസിസ്റ്റ് ചെയ്യേണ്ട. സംഭവിച്ചു, ഇനിയിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി എനിക്ക് എന്ത് കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ ഇതിൽ നിന്ന് എനിക്ക് എന്ത് പാഠം പഠിക്കാനുണ്ട്? ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? ഈ ചിന്തകൾ കൊടുക്കുക. ഈ ചിന്തകൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ആ ഒരു ഓവർ തിങ്കിങ് അവിടെ അവസാനിക്കും. ചിന്തിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കാം, ചെയ്യാം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ജസ്റ്റ് ഇഗ്നോർ, ഡു വാട്ട് യു ക്യാൻ. നെക്സ്റ്റ് എന്താണ്? ലിവ് ഇൻ ദ പ്രസന്റ്, ഡോണ്ട് വറി അബൌട്ട് പാസ്റ്റ് ഓർ ഫ്യൂച്ചർ. ഓക്കെ, വെരി ഗുഡ്. അനുഷ് പറയുന്നു മെഡിറ്റേഷൻ ചെയ്യും, വെരി ഗുഡ്. ഫാത്തിമ പറയുന്നു ശിലമോൻ ജേർണലിംഗ്. യെസ്, ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. നമ്മുടെ ചിന്തകൾ ഒരുപാട് വരിക, അതാണ് ഇനി മറ്റൊരു മെത്തേഡ്. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നോക്കി നിന്ന് കാണാനൊന്നും കഴിയുന്നില്ല. ചിന്തകൾ ഇങ്ങോട്ട് വന്നിട്ട് നിറഞ്ഞിട്ട് ആകെ മുങ്ങി മൂടി നമ്മളെ തലയാകെ നിറഞ്ഞിങ്ങനെ ഒഴുകാണ്. നമുക്കൊന്നും ചെയ്യാൻ വയ്യ, അത് നിറഞ്ഞു നിൽക്കണം, വല്ലാണ്ട് സ്ട്രെസ് ആയിട്ടുണ്ട്. അപ്പൊ അതിനെ പുറത്തേക്ക് എടുക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് എഴുതുക എന്നുള്ളത്. മനസ്സിലാകുന്നുണ്ട്? ഓരോ ചിന്തകൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പീസ് ആയിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ എഴുതി വെക്കുക. ഇവിടുന്ന് തലേന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാം? പുസ്തകത്തിലേക്ക് വെക്കും. അപ്പൊ എന്തായി? ഒരു വല്ലാത്ത ആശ്വാസം. എംപ്റ്റി യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിന് എന്താ വെച്ചാൽ എടുത്ത് കളയാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് ചിന്തകൾ എഴുതി വെക്കും. ആ ഒരു ചിന്ത, ഈ ഒരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ട്, അടുത്തൊരു ചിന്ത, വേറെ എന്ത് ചിന്ത ഉള്ളത്? ആ ചിന്ത വരുന്നു, അടുത്ത ചിന്ത, വേറെ എന്ത് ചിന്തകൾ ഇതിലേക്ക് എഴുതി വെക്കും. അപ്പൊ മൈൻഡിൽ വരുന്ന കുറെ സാധനങ്ങൾ ഉണ്ടാവും, അത് പ്ലാനുകളായിരിക്കും. കുറെ കാര്യം അത് ചെയ്യാനുണ്ടല്ലോ, ഇത് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അതാണെങ്കിൽ അത് എഴുതി വെച്ചാൽ മനസ്സിൽ നിന്ന് പോയി പിന്നെ പുസ്തകത്തിലേക്ക് നോക്കിയാൽ മതി. ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇന്ന് എന്തൊക്കെ ഞാൻ ചിന്തിച്ചു, എന്തൊക്കെ ചിന്തകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്, ഓവറായിട്ട് ചിന്തകൾ വരിക, ഓവറായിട്ട് ഐഡിയാസ് വരിക, ഓവറായിട്ട് ഓവർവെൽമിംഗ് ആയിട്ടുള്ള. അപ്പൊ എന്താണെങ്കിലും, ആ ഫിയർ ആണെങ്കിലും ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മളെ ചിന്തകളെ നിരീക്ഷിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരീക്ഷിക്കാനുള്ള ഒരു നല്ല മെത്തേഡാണ് എന്ത്? ജേർണലിങ്, എഴുതി വെക്കുക എന്ന് പറയുന്നത്. എന്ത് ചിന്തകളാണ് ഞാൻ ചിന്തിക്കുന്നത് എഴുതി വെച്ചാൽ, എന്നിട്ട് ഇങ്ങനെ ആ ചിന്തകൾ ഒരു ബുക്കിൽ എഴുതിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ചിന്തകൾ നമ്മൾ ബ്രെയിനിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേറെ സ്ക്രീനിലപ്പോ കാണുന്നു, വേറെ ഡിസ്റ്റൻസിലാണ് കാണുന്നത്. എന്നിട്ട് അതിനെ വായിച്ചു നോക്കും, ഇതൊക്കെ ഞാൻ ചിന്തിച്ചു കൂട്ടിയതാണ്, ഇത്തരത്തിലുള്ള ചിന്തകളാണ് എനിക്ക് വരുന്നത്, നല്ലത് മാത്രം എടുത്താൽ മതി എന്ന ഒരു ചിന്തയിൽ നമ്മുടെ മൈൻഡ് ഫ്രീ ആയി മാറും. ഇറ്റ്സ് എ വെരി പവർഫുൾ സൈക്കോളജിക്കൽ ടെക്നിക്, യു കൻ യൂസ് ഇറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്? കീപ് സൈലൻസ്. സുരജ് പറയുന്നു സൈലൻസ് കീപ്, സൈലന്റ് ആയിട്ടിരിക്കുക. ചില ആൾക്കാർക്ക് അത് നല്ലതാണ്, സൈലൻസ് പ്രാക്ടീസ് ചെയ്യാം. അതായത് മെഡിറ്റേഷൻസ് പോലുള്ള സംഗതി തന്നെയാണ്. കൂടുതൽ ഞാൻ എൻ്റെ ഉള്ളിൽ സംസാരിക്കാതിരിക്കും. കീപ് സൈലൻസ്, ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ബ്രീത്തിങ്, ദാറ്റ്സ് എ വെരി ഗുഡ് പവർഫുൾ. ബ്രെത്ത് വർക്ക് എന്ന് പറയും. ബ്രെത്ത് വർക്ക് എന്നുള്ളത് എന്ന് വെച്ചാൽ ഡീപ് ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് എടുത്തിട്ട് എന്താ വെച്ചാൽ നമ്മള് നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ നല്ല ഡെപ്തിലേക്ക് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ബ്രീത്തിങ്ങിന് മെത്തേഡ് ഉണ്ട്, നമ്മുടെ മൈൻഡ് പവർ കോഴ്സിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്.
അപ്പോ ആ കോഴ്സിൽ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നലത്തെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡീപ് ബ്രത്ത് എടുക്കുന്നതിനെ പറ്റിയുള്ള ബ്രത്ത് വർക്കിന്റെ കാര്യങ്ങൾ. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാകും. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നല്ല പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ബ്രീത്തിങ് എക്സസൈസ് നല്ല രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. കൗണ്ടിങ് മെത്തേഡ്, കൗണ്ട് ഡൗൺ ചെയ്യുക, റിലാക്സ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചിന്തകളെ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് തിങ്കിങ് വരുന്നുണ്ട് എങ്കിൽ 100 മുതൽ 0 വരെ എണ്ണാം. കൗണ്ട് ഡൗൺ ചെയ്യാം. അതിലേക്ക് ചിന്ത കൊടുക്കുക. കോൺസെൻട്രേഷൻ ഒരു കാര്യത്തിലേക്ക് മാത്രം കൊടുക്കുക. അനുഭവത്തിൽ നിന്ന് പഠിക്കുക. വെരി ഗുഡ്. നമ്മൾ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല, ചിന്തകൾ ഇങ്ങോട്ട് വന്നോളും അല്ലെ? അതാണോ ഉദ്ദേശിച്ചത്? നമ്മൾ ആ ചിന്തകളുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. യെസ്, വെരി ഗുഡ്, ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. നിനക്ക് ഒന്നിനെ കുറിച്ച് ഒരു ചിന്തയില്ലല്ലോടാ എന്ന് പറയുന്നതിന്റെ പൊരുൾ, നിനക്ക് ഒന്നിനെ കുറിച്ചും ഒരു ചിന്തയില്ല ഇല്ലല്ലോടാ എന്ന് പറയുന്നതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശം എന്നുള്ളത്, ബാക്കി നേരിട്ടില്ല. ഇതും കടന്നു പോകും. വെരി ഗുഡ്. നിത്യ പറഞ്ഞൊരു വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു അല്ലെ സെന്റൻസ് ആണ്. എന്ന് വെച്ചാൽ ഇതും കടന്നു പോകും എന്ന് പറയുന്നത്. കാരണം അത് അല്ലെ, ഒരു എനിക്ക് തോന്നുന്നു ഏതോ ഒരു ചക്രവർത്തിയുടെ ആരോടെ, കബീർദാസിനോടോ, ബീർബൽ കബീർദാസിനോട് പറഞ്ഞു അങ്ങനെ എന്താണ് തോന്നുന്നു, ഒരു നല്ലൊരു സെന്റൻസ് എഴുതാൻ പറഞ്ഞപ്പോ പറഞ്ഞതാണെന്ന് വെച്ചാൽ ഇതും കടന്നു പോകും. ഇതൊരു കഥയുണ്ട്. ഇങ്ങനെയാണ്, ഒരു രാജാവിന്റെ മകന്, രാജാവ് എന്ത് ചെയ്യാണ്, മരിക്കാൻ കിടക്കുകയാണ്. അപ്പൊ മരിക്കാൻ കിടക്കുന്ന സമയത്ത് രാജാവ് ഒരു പെട്ടി മകന് കൊടുക്കുകയാണ്, രാജകുമാരൻ. അപ്പൊ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശത്രുക്കളൊക്കെ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, ശക്തനായ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം രാജാവ് എന്ത് ചെയ്യാണ്, രാജകുമാരന് ഒരു പെട്ടി കൊടുക്കുക. അപ്പൊ ആ പെട്ടി കൊടുത്തിട്ട് പറയാണ്, ഇത് നിന്നെ ആപത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് പറയും. അപ്പൊ നീ ഏറ്റവും അപകടകരമായിട്ടുള്ള ആപത്ത് ഉണ്ടാകുന്ന സമയത്ത് മാത്രം ഇത് തുറന്നു നോക്കുക. ഇനി ഒരു വഴിയില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് മാത്രം ഇത് തുറന്നു നോക്കുക എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം രാജകുമാരൻ ഭരണം തുടങ്ങി. വരൾച്ച വന്നു. രാജകുമാരൻ തുറന്നില്ല, ആ പെട്ടി തുറന്നില്ല. പല സംഗതികൾ, ശത്രുക്കൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി, പല സംഗതികളൊക്കെ വന്നു. അതും പല രോഗങ്ങള്, വലിയ പാൻഡമിക് പോലുള്ള രോഗങ്ങൾ ഉണ്ടായി, പകർച്ചവ്യാധി സംഗതികൾ ഉണ്ടായി. അപ്പോഴും രാജാവ് ഒന്നും ചെയ്തില്ല. അങ്ങനെ കുറെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് രാജകുമാരൻ ഇങ്ങനെ ഭരണം മുന്നോട്ട് പോകുന്നതിനിടയിൽ എല്ലാ ശത്രുക്കളും കൂടി ഒരുമിച്ച് വന്നിട്ട് എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്തു. അങ്ങനെ കൊട്ടാരം വളഞ്ഞു. ഇദ്ദേഹം കൊട്ടാരത്തിനുള്ളിലുള്ള ഗുഹയിലൂടെ ഒളിച്ചോടി. അവസാനം ആ ഗുഹയും കൂടെ അവര് വളഞ്ഞു, ശത്രുക്കൾ വളഞ്ഞു. അങ്ങനെ ഗുഹ വളഞ്ഞ് ഇദ്ദേഹത്തിന് ഈ രക്ഷയില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി അദ്ദേഹം തുറന്നു. ആ പെട്ടി തുറന്നപ്പോ അതിനുള്ളിൽ ഒരു കുഞ്ഞു പെട്ടി. അങ്ങനെ അദ്ദേഹം ആ പെട്ടിയും തുറന്നു. അതിനുള്ളിൽ വീണ്ടും ഒരു കുഞ്ഞു പെട്ടി. അങ്ങനെ അദ്ദേഹം ആ പെട്ടിയും തുറന്നു. വീണ്ടും ഒരു കുഞ്ഞു പെട്ടി, അതും തുറന്നു. അങ്ങനെ അവസാനം തുറന്ന് ഇനിയിപ്പോ ഇതിൽ എന്താ ഉള്ളത്, അച്ഛൻ എന്നെ പറ്റിക്കുകയാണോ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് അവസാനം ഇത്ര പോകുന്ന ഒരു കുഞ്ഞു പെട്ടി, ആ കുഞ്ഞു പെട്ടിയിൽ തുറന്നപ്പം ഒരു കുഞ്ഞു കടലാസിൽ എഴുതിയിട്ടുള്ള ഒരു വാചകമുണ്ട്, ഇതും കടന്നുപോകും. ഇതാണ് അച്ഛൻ കൊടുത്തിട്ടുള്ള സന്ദേശം. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. നമ്മൾ എന്തെങ്കിലും കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ അതും കടന്നു പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല, ഇതും കടന്നു പോകും. അത് ആ രാജകുമാരന് കൊടുത്തൊരു ഹോപ്പ് ഉണ്ട്. ശത്രുക്കൾ കീഴടക്കി അദ്ദേഹത്തെ പിടിച്ച് ജയിലടച്ചിട്ടുണ്ടാവാം, പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു മനോധൈര്യം, ഇനി ജീവിക്കാൻ, ജയിലിൽ കിടക്കുകയാണെങ്കിൽ പോലും അതും കടന്നു പോകും എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ലൈഫിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പവർഫുള്ളാണ്. OCD ഒരു എക്സാമ്പിൾ ആണ്. സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള മുഹമ്മദ് അർഷാദ്. ഓക്കെ, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ? OCD എക്സാമ്പിൾ ആണ്. ഇതിൽ OCD പ്രശ്നങ്ങളുള്ള ആൾക്കാർ എന്താ വെച്ചാൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയും. അതിന് ചിലപ്പോൾ മെഡിസിൻ കഴിക്കേണ്ടി വരും. ബിക്കോസ് അതിന് മെഡിസിൻ സപ്പോർട്ട് ചിലപ്പോൾ വേണ്ടി വരും. ബിക്കോസ് അതൊരു ഡിസോർഡർ ആണ്. അത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ അതിന് പല സൊല്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ പരമാവധി എന്ത് വെച്ചാൽ തെറാപ്പീസ് ചെയ്യുക, ഹീല് ചെയ്ത് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്നിട്ടും നമ്മൾ ശ്രമിക്കുന്നില്ല, ചിലപ്പോൾ മെഡിസിൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ
കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എപ്പോഴും എന്താ വെച്ചാൽ അത് ഹീലിംഗ് ചെയ്തിട്ട് പരമാവധി ട്രൈ ചെയ്യാം. എന്നിട്ട് ചില ആൾക്കാർക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ യു മൈറ്റ് നീഡ് അക്സെപ്റ്റ് ദ റിയാലിറ്റി. ചിലപ്പോൾ എന്തെങ്കിലും മെഡിസിൻ സപ്പോർട്ട് വേണ്ടി വരും. ബട്ട് യു ക്യാൻ ട്രൈ. പല മെത്തേഡുകളുണ്ട്, പല ഹീലിംഗ് മെത്തേഡുകളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ ശ്രമിക്കുക. എന്നിട്ട് ആ ഹീലിംഗ്, അതിന് പറ്റിയ ഹീലിംഗ് ഏതാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. വെരി ഗുഡ്. സോ വാക്കിംഗ്, ഷീല മോഹൻ വീണ്ടും പറയുന്നു, ഒരുപാട് ടിപ്സുകൾ പറയുന്നു. വാക്കിംഗ്, ചില ഓവർ തിങ്കിങ് വല്ലാണ്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഈവനിങ് വാക്കിന് ഒന്ന് നടക്കാൻ പോകാം, ഒന്ന് എക്സസൈസ് ചെയ്യാം. ചിന്തകൾ വല്ലാണ്ട് വരുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഫിസിക്കലി നല്ലതായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽ ചേഞ്ചസ് വരും. കെമിക്കൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് നല്ല ചിന്തകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ ഒരുപാട് നല്ല ചിന്തകൾ ഇന്ന് ഷെയർ ചെയ്തു. ഒരുപാട് പേർക്ക് നല്ല ടിപ്സുകൾ പറയാൻ പറ്റി, പലരും ഷെയർ ചെയ്തു. ഇതിൽ നിന്നൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്കെന്ത് വെച്ചാൽ ഇനി ഓവർ തിങ്കിങ് വല്ലാണ്ട് വരുന്നുണ്ടെങ്കിൽ ആസ്ക് ഫോർ ഹെൽപ്പ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സഹായം ചോദിക്കണം. ചില നേരത്തെ നമുക്ക് ചിന്തകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. സോ ഗെറ്റ് ഹെൽപ്പ്. സുഹൃത്തിനോട് സംസാരിക്കുക, എടാ എന്റെ ചിന്തകളെ എനിക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല, എനിക്കൊരു ഹെൽപ്പ് വേണം. ആ സുഹൃത്തിനോട് സംസാരിക്കാം. അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. അവർക്ക് ചില തെറാപ്പി മെത്തേഡുകളുണ്ട്. സൈക്കോളജിസ്റ്റുകൾ ഇരിക്കുന്നത് അതിനാണ്. അവർക്ക് ചില തെറാപ്പി മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും, നമ്മുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന ചില മെത്തേഡുകൾ അവർ പറഞ്ഞു തരും. അവർക്ക് ചില സൈക്കോ തെറാപ്പി ടൂളുകൾ ഉണ്ടാവും. ആ ടൂളുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അവർ നമ്മളെ ഗൈഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ DBT എന്ന് പറയുന്ന സംഗതികളൊക്കെ ഉണ്ട്. ഡയലക്ട്രിക് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള തെറാപ്പി നമ്മളുടെ ബിഹേവിയേഴ്സിന് അല്ലെങ്കിൽ നമ്മളുടെ ഇത്തരത്തിലുള്ള സംഗതികളെ, ഓവർ തിങ്കിങ്ങിന്റെ സംഗതികളൊക്കെ എന്ന് വെച്ചാൽ അല്ലെ, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ എന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്ന CBT, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന സംഗതികൾ. അപ്പൊ ഇത്തരത്തിലുള്ള ബിഹേവിയറൽ തെറാപ്പീസ് മെത്തേഡുകൾ സൈക്കോളജിസ്റ്റുകൾ എടുത്തിട്ടുണ്ട്. അവർ അതിനായിട്ട് പഠിച്ചിരിക്കുന്നവരാണ്, പ്രൊഫഷണൽസ് ആണ്. യു ക്യാൻ ഗോ ആൻഡ് ആസ്ക് ആൻഡ് ഗെറ്റ് ദെയർ ഹെൽപ്പ്. ആ ഹെൽപ്പ് എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാം. മനസ്സിലാകുന്നുണ്ടോ? എല്ലാത്തിനും മെഡിസിനോ എല്ലാത്തിനും സംഗതികളോ അങ്ങനെയൊന്നുമല്ല. പല മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, പല എക്സസൈസുകൾ. പിന്നെ യോഗ പ്രാക്ടീസ് ചെയ്യാം, നന്നായിട്ട് എക്സസൈസ് ചെയ്യാം, യോഗ പ്രാക്ടീസ് ചെയ്യാം, മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യാം. ദർ ആർ മെനി വേസ് ദാറ്റ് യു ക്യാൻ കൺട്രോൾ. ഈ വഴികളിൽ പലതും നമ്മൾ എന്ത്, ഏതെങ്കിലും വഴികൾ നമ്മൾ ട്രൈ ചെയ്യണം. വി ഷുഡ് ട്രൈ. അത് ട്രൈ ചെയ്യാനുള്ള ഒരു മനസ്സിലാവും. പൊതുവെ ബേസിക്കലി ലൈഫിനെ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ട് നമ്മളെ കയ്യിൽ കിട്ടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഹെൽപ്പ്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നമ്മൾ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചലഞ്ച് യുവർ തോട്ട്സ്. ലൈഫിനെ സിമ്പിൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുക, ആസ്ക് ഫോർ ഹെൽപ്പ്. പിന്നെ നമ്മൾ ഇന്നിവിടെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഗതികൾ, ഇതെല്ലാം പല മെത്തേഡുകളും നമുക്ക് ഉപയോഗിക്കാം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ കോൺട്രിബ്യൂട്ടിങ്. എല്ലാവരും പലരും പല നോളജും പല സംഗതികളും ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത ബാച്ച് വരുന്നുണ്ട്, മൈൻഡ് പവർ കോഴ്സിന്റെ അടുത്ത ബാച്ച് വരുന്നുണ്ട്. അപ്പൊ അടുത്ത ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വരാം. അതേപോലെ തന്നെ നമ്മളുടെ മീറ്റപ്പും അതേപോലെ തന്നെ നമ്മളുടെ മറ്റുള്ള പ്രോഗ്രാംസുകളും, ബിസിനസ് പ്രോഗ്രാം അതേപോലെ വരുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ഇസ് ദർ എനിബഡി ഹു ഇസ് ഡൂയിങ് ബിസിനസ്, ഹു വാണ്ട്സ് ടു ഡു എ ബിസിനസ് പ്രോഗ്രാം? ബിസിനസ് പ്രോഗ്രാം താല്പര്യമുള്ള ആൾക്കാർ എത്ര പേരുണ്ട്? ബിസിനസ് പഠിക്കണം, ബിസിനസ് പഠിച്ചിട്ട് ലൈഫ് ചേഞ്ച് ചെയ്യണം, ട്രാൻസ്ഫോം ചെയ്യണം, ബിസിനസ് ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബിസിനസ് പ്രോഗ്രാം വരുന്നുണ്ട്. സോ അസീന ജലീൽ പറയുന്നു, മോർണിംഗിൽ ഹാപ്പിയാണ്, പോസിറ്റീവ് വൈബ് തന്നതിന്. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബിസിനസ് പ്രോഗ്രാം വരുന്നുണ്ട്. ബി റെഡി, സ്റ്റേ എക്സൈറ്റഡ്, വിൽ അപ്ഡേറ്റ് യു സൂൺ. ഓക്കെ, അപ്പൊ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹീലിംഗ് റിട്രീറ്റ്, ദാറ്റ്സ് വാട്ട് വി ആർ ആൾസോ ഗോയിങ് ടു ഡു. അത് നമുക്ക് ചെയ്യണം. അനൗൺസ്മെന്റ് ഉണ്ടാകും. സ്റ്റേ എക്സൈറ്റഡ്. ഓക്കെ, നിങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ അല്ലേ? നമുക്കൊന്ന് ഒത്തുകൂടണ്ടേ ഒരു ഹീലിംഗ് റിട്രീറ്റ് ഒക്കെ ആയിട്ട്? അപ്പൊ വരിക, മറക്കരുത്. മീറ്റപ്പ് കാര്യങ്ങൾ സംഗതികളൊക്കെ നമുക്ക് ചെയ്യണം, ഉഷാറാക്കണം, അടിച്ചു പൊളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഐ ജസ്റ്റ് വാണ്ട് ടു ഹെൽപ്പ് യു. ലെറ്റ്സ് ഹെൽപ്പ് ഈച്ച് അതർ, ലെറ്റ്സ് ഗ്രോ ടുഗദർ, ലെറ്റ്സ് സ്പ്രെഡ് ദ പോസിറ്റിവിറ്റി ആൻഡ് സ്ലോലി വൺ ബൈ വൺ നമ്മൾ എന്ത് ചെയ്യും, കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. സോ
ഹാവ് എ ഗ്രേറ്റ് ഡേ, ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. അടിപൊളി ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റട്ടെ, നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ, ഉഷാറാക്കുക കേട്ടോ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സോ മച്ച്. സീ യു ടുമോറോ.